നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരം ന്യൂസിലൻഡിനെതിരെ നേരിടാൻ പോവുകയാണ്. 2-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യ നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചതാണ്. എന്നാൽ കരുത്തരായ ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യക്കും കിവീസിനും ശക്തമായ താരനിരയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമും തമ്മിലുള്ള പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പാണ്. സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഗ്രൂപ്പ് എയിലെ 1-ാം സ്ഥാനക്കാരും ബിയിലെ 2-ാം സ്ഥാനക്കാരുമാണ്. ബിയിലെ 1-ാം സ്ഥാനക്കാർ എയിലെ 2-ാം സ്ഥാനക്കാരെയും ഏറ്റുമുട്ടും. എയിലെ സെമി ചിത്രം വ്യക്തമാണ്. എന്നാൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെ സെമിയിലെത്തുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരാകും. എന്നാൽ ഇന്ത്യ ഇതൊട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനൊരു കാരണവുമുണ്ട്. അതെന്താണെന്ന് വിശദമായി നോക്കാം. നിലവിലെ ഗ്രൂപ്പ് ബിയിലെ സാധ്യതകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 1-ാം സ്ഥാനക്കാരും ഓസ്ട്രേലിയ 2-ാം സ്ഥാനക്കാരായും സെമിയിലെത്താൻ സാധ്യതയുണ്ട്. നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിലുള്ളത്. ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും 3 പോയിന്റുകൾ വീതമാണുള്ളത്. എന്നാൽ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ബിയിൽ 2-ാം സ്ഥാനക്കാരാകാൻ സാധ്യതയുള്ള ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടേണ്ടതായി വരും. എന്നാൽ ഇന്ത്യ സെമിയിൽ ഓസീസിനെ നേരിടാൻ താല്പര്യപ്പെടില്ല എന്ന് ഉറപ്പാണ്. കാരണം ICC ടൂർണമെന്റുകളിൽ പ്രധാന മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്കെതിരെ കാലിടറിയ ചരിത്രമുണ്ട് ഇന്ത്യക്ക്. അവസാന ലോകകപ്പ് മത്സരത്തിലും ഇന്ത്യക്ക് കൈപൊള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ എതിരാളികളെ കിട്ടാൻ ഇന്ത്യ ആഗ്രഹിക്കില്ല എന്ന് ഉറപ്പാണ്. ഓസീസിനൊപ്പം ഇത്തവണ മികച്ച പേസർമാരില്ല എന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ ബാറ്റിംഗ് കരുത്ത് അതിശക്തമാണ്. ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും ഉൾപ്പെടുന്ന ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് നിരക്കെതിരെ 350-ലധികം റൺസ് പിന്തുടർന്ന് ജയിച്ച് റെക്കോർഡിട്ടാണ് കങ്കാരുക്കൾ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓസീസിനെ സെമിയിൽ കിട്ടിയാൽ ഇന്ത്യ പ്രയാസപ്പെടുമെന്ന് ഉറപ്പാണ്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 2-ാം സ്ഥാനക്കാരായാൽ സെമിയിൽ ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനക്കാരെയാണ് നേരിടേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ എതിരാളികളായി ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. ദക്ഷിണാഫ്രിക്ക ശക്തരായ നിരയാണെങ്കിലും നോക്കൌട്ട് മത്സരങ്ങളിൽ ഭാഗമല്ലാത്ത ടീമാണ്. ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച കണക്കുകളും അവകാശപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാനസികമായ മുൻതൂക്കവും ലഭിക്കും. ഓസീസിനെ സെമിയിൽ തോൽപ്പിക്കുക എന്നത് ഏത് എതിരാളികൾക്കും പ്രയാസമാണ്. ഇന്ത്യയുടെ പേസ് നിര ശക്തമല്ലാത്തത് ഓസീസിനെതിരെ കളിക്കേണ്ടി വന്നാൽ സമ്മർദ്ദം ഇരട്ടിപ്പിക്കും. മുഹമ്മദ് ഷമിക്ക് പഴയ മികവില്ല. ഹർഷിത് റാണയും ന്യൂ ബോളിൽ മികവ് കാട്ടുന്നില്ല. ബുംറയുടെ അഭാവമുണ്ട്. സ്പിന്നർമാരുടെ കരുത്തിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നേറുന്നത്. എന്നാൽ ഓസീസിന് സ്പിന്നിനെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാനുള്ള താരങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ ലഭിക്കാനായിരിക്കും ആഗ്രഹിക്കുക. ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ഇംഗ്ലണ്ട് സെമിയിൽ എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ദക്ഷിണാഫ്രിക്കയെയും അഫ്ഗാനിസ്ഥാനെയും ഇംഗ്ലണ്ട് നേരിടാനുണ്ട്. ഈ 2 മത്സരവും ജയിച്ചാൽ ഇംഗ്ലണ്ടിന് സെമിയിലെത്താം. ഓസീസിന് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കാനായാൽ സെമിയിൽ പ്രവേശിക്കാൻ സാധിക്കും. എന്നാൽ ഇംഗ്ലണ്ടിന്റെ സമീപകാല ഫോം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അട്ടിമറി ഇംഗ്ലണ്ട് നടത്തുമെന്നും നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആവേശ പോരാട്ടങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.